ഞങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകളുടെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അന്തങ്ങൾ കൊണ്ട് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വിളിച്ച് ഞങ്ങളുടെ സംരക്ഷണമായി ഉപയോഗിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിശ്ചിതന്മാരെ പഠിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിന്റെ പ്രാപനം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും പൂർണ്ണമാകട്ടെ. കർത്താവേ, നിന്റെ ശരീരങ്ങൾ ഞങ്ങൾ ഭൂഷണമായി നൽകി നിനക്ക് അർഹമായി ഞാൻ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ നാവുകൾ അപര്യാപ്തങ്ങളാണ്. പറഞ്ഞു
കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ആചാരം നിന്റെ കാരുണ്യാതിരകത്താൽ ഞങ്ങളുടെ കടങ്ങളെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വേർപുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയെ പ്രീതിജനകമായി സംബന്ധിച്ച് എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, Oh
പഠനത്തിനും ഒരുക്കത്തിനും കാത്തിരിപ്പിനും ശേഷം തങ്ങൾ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച പൗരോഹിത്യ പദവി സ്വീകരിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട അഖിൽ അച്ഛനും ബഹുമാനപ്പെട്ട റിജോ അച്ഛനും ഇടവകയുടെ പേരിൽ എല്ലാവിധ നന്മകളും ഭാവങ്ങളും നേരിടും. അതുപോലെ തന്നെ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഏറ്റവും ഭംഗിയായി നടത്തുവാൻ സഹകരിച്ച എല്ലാ ആളുകൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട നവവൈദികരുടെ കരങ്ങൾ ചുമക്കുന്ന അവസരമാണ്. അവരെ നിൽക്കും. ആദ്യം പുരുഷന്മാർ പച്ചക്കൈക്കുവായോടുകൂടി ഡൈനാമികൾ വരികയും കൈകൾ ചുമത്തിയതിനു ശേഷം സൈനിക മാർഗങ്ങൾ പുറത്തേക്ക് പോവുകയും ചെയ്യാം. അതിനുശേഷം സ്ത്രീജനങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കുന്നതാണ്.